ഞാൻ ഇന്ന് ആദ്യം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കിച്ചു സ്കൂളും വിട്ട് വരുമ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്, നാടൻ നേന്ത്രപ്പഴം. പിന്നെ പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു മാറ്റങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോയെന്നറിയില്ല, പക്ഷെ ഞാൻ മാറ്റം വരുത്തിച്ച്. എന്താ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ആട്ടപ്പൊടിയാണ് ഉപയോഗിച്ചത്. പിന്നെ പഞ്ചസാരക്ക് പകരം ഞാൻ വെല്ലമാണ് ഉപയോഗിച്ചത്. മൈദക്ക് പകരം ആട്ടപ്പൊടി, അതാണ് ഞാൻ മാറ്റം വരുത്തിയത്. പിന്നെ ആട്ടപ്പൊടി റേഷൻ പൊടിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതെന്തിനാ വെറുതെ നമ്മൾ കളയുന്നത്, നമുക്ക് വേണ്ടി തരുന്നതല്ലേ. അപ്പോൾ ഞാനത് എന്താ പറയുക, അങ്ങനെ വേസ്റ്റ് ആക്കിയില്ല, ഞാൻ ഫുള്ള് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേന്ത്രപ്പഴം പീസാക്കിയത്, ആട്ടപ്പൊടി, അങ്ങനെ വെല്ലം, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നേന്ത്രപ്പഴം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല, എന്നാൽ എന്താ പറയുക, അത് രുചിക്കുറവൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റെല്ലാം ഉണ്ട്. 2 പഴം മുറിച്ചിട്ടതാണ് ഇത്, മുറിച്ച് പീസാക്കി ഇത്ര കഷ്ണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത്രയും ഞാൻ ഗോതമ്പ് പൊടി കൂട്ടാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ എന്താ പറയുക, ഗോതമ്പ് പൊടി, നേന്ത്രപ്പഴവും വെല്ലവും കൊണ്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴംപൊരിക്ക് ചുവപ്പ് കളറ് കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ ഈ വെല്ലത്തിൻ്റെ കളറ് പഴംപൊരിക്ക് കിട്ടുമല്ലോ, അങ്ങനെ. അപ്പോൾ ഞാനങ്ങനെ പഴംപൊരി ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. ഇതാ എൻ്റെ പഴംപൊരി, ഞാനുണ്ടാക്കുന്ന പഴംപൊരി ഇതാ, കണ്ടോ, നല്ല ചുവപ്പ് കളറില്ലേ. ടേസ്റ്റും ഉണ്ട് കേട്ടോ, അതുപോലെ ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിക്കണ്ട, ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആക്കി നോക്കണം കേട്ടോ. കാരണം ഷുഗറെല്ലാം ഉള്ളവർ പഴംപൊരി കഴിക്കാതെല്ലാം ആയിരിക്കുമല്ലോ. ഇത് കണ്ടോ, പഴംപൊരി ആയി കേട്ടോ, കണ്ടോ, കളറ് നല്ല ചുവപ്പ് കളറ്. അപ്പോൾ പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഒന്ന് ഇതുപോലെ ആരെങ്കിലും ഷുഗറെല്ലാം ഉള്ളവർ, ഇത് വീഡിയോ കണ്ടവർ ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കാൻ നോക്കിക്കോ. ഇത് ചായയല്ല, കാപ്പിപ്പൊടി വെല്ലം, അതിനും ഞാൻ പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് മിട്ടുവിനെയും കൊണ്ട്, ഞാനും കിച്ചും മിട്ടും ചായയും കുടിച്ച്, അങ്ങനെ മിട്ടിനും കൊണ്ട് ഞാനൊന്ന് പുറത്ത് ഇങ്ങനെ വീട്ടിന് ചുറ്റും നടക്കാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്ന്, മിട്ടുവിൻ്റെ ഒരു കുസൃതിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ കിച്ചുവിനെ ഇരിക്കാനോ ഒന്നും സമ്മതിക്കില്ല. സ്കൂളും വിട്ട് വന്നാൽ യൂണിഫോം കഴിക്കാൻ വിടില്ല. അയ്യോ, ഓൻ്റെ എന്തൊരു കുരുത്തക്കേടെന്നാ, എൻ്റെ പൊന്നോ, സഹിക്കാൻ പറ്റില്ല. സ്കൂളും വിട്ട് വന്നാൽ ഗ്രിൽസ് തുറക്കുമ്പോഴേക്ക് തന്നെ ഓൻ ഓടി വരും. പിന്നെ കിച്ചുവിനെ അകത്തും കയറാൻ വിടില്ല. കിച്ചു അമ്മേ അമ്മേന്ന് പറഞ്ഞിട്ട് ഏതോ പട്ടീനെ കണ്ടിട്ട് വിളിക്കും പോലെ വിളിക്കും, അങ്ങനത്തെ ഇതാ. അപ്പോൾ ഞാൻ അവനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്താ പറയുക, ഞാനവിടെ ആക്കിയ ആ ദേഷ്യമാണ് അവൻ കാണിക്കുന്നത് കേട്ടോ. കിച്ചുവിൻ്റെ അടുത്തുനിന്ന് ഞാൻ എടുത്തു കൊണ്ടുവന്ന ദേഷ്യമാണ് അവൻ എന്നോട് കളിക്കുന്നത്. ഇനി എന്താ പറയുക, അവനെ ഞാൻ വിട്ടാൽ അപ്പോൾ ഓടിപ്പോയി കിച്ചുവിൻ്റെ അടുത്തേക്കായിരിക്കും. ഇവനെ കൊണ്ട് വയ്യ, അത്രയ്ക്ക്. പക്ഷെ നല്ല മോനാണ് കേട്ടോ മിട്ടു. അങ്ങനെ ഞാൻ മിട്ടുവിനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ എടുത്ത് നിന്നാൽ ഓൻ ഒരു കുഴപ്പമില്ല, എത്ര സമയം വേണമെങ്കിലും നിൽക്കും. ഓന് എന്താ പറയുക, നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ കണ്ട, ഞാൻ കെട്ടിയിടാൻ വേണ്ടിയിട്ട് പോകുമെന്ന് അറിഞ്ഞിട്ട് കെട്ടിയിടാൻ വേണ്ടി ഒരു കയറ് എടുത്തിട്ട് നിന്ന്, ചെങ്ങലയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഒരു കയറെടുത്തിട്ട് കെട്ടാൻ നോക്കുമ്പോൾ ഓൻ അതിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓനെയും കൂട്ടിയിട്ട് ആദ്യം വീട്ടിനെ ചുറ്റും നടക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, കുഞ്ഞു കുട്ടികളെ പോലെ ഇങ്ങനെ എടുത്ത് നടന്ന ഓന് സുഖം. അപ്പോൾ ഇങ്ങനെ എടുത്ത്